പിന്നെയും ഉത്തരം മാറ്റി. ഞാൻ ചോദിച്ചതിന് റസൂലിന് സലാത്ത് ചെല്ലുന്ന ഇതല്ല, സലാത്ത് റസൂലിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അത് റസൂൽ ജീവിച്ചിരിക്കുമ്പോഴും സാബിമാരെ നിസ്കരിച്ചിട്ടുണ്ട്. അതിനൊന്നും റസൂൽ മറുപടി പറയാറില്ല. റസൂൽ ഇപ്പൊ ഉസ്താദ് പറഞ്ഞ ഉദാഹരണം ഞാൻ ചോദിച്ചതിനുള്ള ഇതായിട്ടില്ല. റസൂൽ അങ്ങനെയാണെങ്കിൽ റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ സാബിമാരെ നിസ്കരിക്കുമ്പോൾ റസൂൽ സലാത്ത് ചെല്ലിയാൽ റസൂൽ ആ സലാത്തിന് മറുപടി ചെല്ലാറുണ്ടായിരുന്നു എന്ന് തെളിയിക്കണം. അങ്ങനത്തെ തെളിവാണ് വേണ്ടത്. ഇപ്പൊ ഉത്തരം ശരിയായിട്ടില്ല. അതായത് അപ്പൊ നമ്മളിപ്പോ ആൾക്ക് വേണ്ടത് മരിച്ചതിന് ശേഷമാണ് റസൂലിനെ നമ്മൾ വിളിക്കണേ. വഫാത്തായതിനു ശേഷം റസൂലുള്ളാഹിനെ വിളിക്കുമ്പോ സഹായം പറയുമ്പോ സലാം പറയുമ്പോ അത് കേൾക്കുന്നില്ല തെളിവല്ല വേണ്ടത്, അതല്ല വേണ്ടത്. പിന്നെന്താ വേണ്ടത്? ജീവിച്ചിരുന്ന കാലത്ത് വിളിച്ചിരുന്ന് കേട്ടിരുന്നോ എന്നുള്ളീന. നമ്മളെ തർക്കം അവിടെ അല്ലല്ലോ സഹോദര. വഫാത്തായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാൻ പറ്റുമോ പറ്റൂലേ? അത് വിളിച്ചാ റസൂല് കേൾക്കോ കേൾക്കൂലേ? അതിന് സഹായിക്കാൻ കഴിയോ കഴിയില്ലേ? അതിന് തെളിവാണ് എന്നപ്പോ പറയാം. അതല്ല മരിച്ചിരുന്ന കാലത്ത് സഹാബത്ത് ചെയ്ത വിളിച്ചാൽ കേൾക്കോ കേൾക്കൂലേ? എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ? അത് നമ്മൾ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. നിങ്ങൾ അത് മനസ്സിലാക്കണം. വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചാൽ ആ വിളി ശിർക്കാണോ അല്ലേ? അത് റസൂലുള്ളാഹി കേൾക്കോ കേൾക്കൂലേ? റസൂലുള്ളാഹിക്ക് അതിന് മറുപടി പറയാൻ കഴിയോ കഴിയില്ലേ? ഇതാണ് നമ്മുടെ പ്രശ്നം. മൂപ്പര് വേറെ എന്തോ പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കാലത്ത് ആ സഹാബി ഇങ്ങനെ വിളിച്ചപ്പോ കേട്ടോ കേട്ടില്ലേ എന്നാ. അത് വേറൊരു ചർച്ചയാണ്, നമ്മളെ വിഷയത്തിൽ പെട്ടതേ അല്ല. തെളിവുണ്ടോ ഇല്ലെന്ന് മറ്റൊരു കാര്യം. സുന്നികളും മുജാഹിദും തമ്മിൽ തർക്കമുള്ള വിഷയത്തിൽ മർമ്മതല്ലല്ലോ. മരിച്ചുപോയവർ, നേരത്തെ നമ്മളെ മറ്റേ മൗലവി പറഞ്ഞില്ലേ, മരിച്ചുപോയവരെ വിളിച്ച് സഹായം ചോദിക്കലാണ് നമ്മളെ ചർച്ച. അത് കേൾക്കോ കേൾക്കൂലേ? കേൾക്കും. സഹായിക്കാൻ കഴിയും, ചെയ്യും. ഞാൻ ആദ്യം യാതൊരു പ്രസ്താവന നടത്തിയിട്ടില്ല. ഞാൻ ചോദിച്ചത് നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്ന വിശ്വാസം സഹാബിമാർക്ക് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതിനുള്ള ഉദാഹരണമാണ് വേണ്ടത്. അതിന് മറുപടി ഞാൻ പറഞ്ഞു. ഞങ്ങളിപ്പോ വിശ്വസിക്കുന്നത് എന്താ? വഫാത്തായ നബി തങ്ങളെ വിളിച്ചാൽ കേൾക്കോ? അതാ ഞാൻ മറുപടി പറഞ്ഞത്. ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസമല്ലേ എന്താ? വഫാത്തായ റസൂലുള്ളാഹിനെ വിളിച്ചാൽ കേൾക്കോ? അതിന് മറുപടി ഞാൻ പറഞ്ഞു. വഫാത്തായ നബി തങ്ങളെ വിളിച്ചാൽ കേൾക്കോ? അത് വിശ്വസിക്കും സഹാബത്തിനുണ്ടായിരുന്നോ? അത് തെളിവുണ്ടോ? അത് തെളിവുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്. ഞങ്ങൾ വിശ്വസിക്കുന്നത് ജീവിച്ചിരിക്കുന്ന റസൂലുള്ളാഹിന്റെ കാലത്തല്ലല്ലോ ഇപ്പൊ ഞങ്ങളുള്ളത്. വഫാത്തായ നബി തങ്ങളെ ഞങ്ങൾ വിളിക്കുന്നു, അത് കേൾക്കോ? സഹായിക്കോ? സഹായിക്കാൻ കഴിയോ? കേൾക്കാൻ കഴിയോ? കേൾക്കാൻ കഴിയും. ഞങ്ങൾ ഇതാ റസൂലുള്ളാഹി വഫാത്തായ നബിയെ വിളിക്കുന്നു, അസ്സലാമു അലൈക എന്ന് സലാം പറയുന്നു. റസൂൽ പറയുന്നു എവിടുന്ന് വിളിച്ചാലും ഞാൻ കേൾക്കും, ഞാൻ ഉത്തരം ചെയ്യുകയും ചെയ്യും. അപ്പൊ റസൂൽ വഫാത്തായതിനു ശേഷം മാത്രം ഈ കഴിവ് കിട്ടി എന്നാണോ ഉസ്താദ് പറഞ്ഞത്? അത് വേറെ. വഫാത്തായതിനു ശേഷം മാത്രമേ കഴിവുള്ളൂ എന്നില്ല, മുമ്പും ഉണ്ട് എന്നാ ഞാൻ പറഞ്ഞത്. അതിനൊന്നും മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ സാബിമാർക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ ചോദിക്കുന്നത്. ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട സ്വഹാബി വര്യൻ അല്ലാഹുവിന്റെ റസൂലിനെ ദീർഘദൂരത്ത് വെച്ചുകൊണ്ട് പ്രതിസന്ധി ഘട്ടത്തിൽ വിളിക്കുകയാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീട്ടി വിളിക്കുകയാണ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നീ വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നു, നിനക്ക് ഞാൻ സഹായിക്കും. ആ സഹാബി വര്യൻ പറയുന്നു, നുസിർതു, എനിക്ക് സഹായം കിട്ടി, എനിക്ക് സഹായം ലഭിച്ചു. ഇമാം തബറാനി തന്റെ മുഅ്ജമുൽ സഗീറിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ റസൂലിന് എല്ലാവരെയും കേൾക്കാനുള്ള കഴിവ് അന്നേരം ഉണ്ടായിരുന്നു. റസൂലിന് എല്ലാവരുടെ സംസാരം കേൾക്കാനും കാണാനുള്ള കഴിവ് ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഈ ഹദീസ് തെളിവെന്നാണ്. ഇത് ഹദീസ് ശരിയായ ഹദീസാണ് വരുന്നത് ഹദീസ് ഖുറാനി എന്ന് പറയുന്ന ഹദീസ് പണ്ഡിതനാണ്. ഞങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവില്ല. ഹദീസ് എന്നൊക്കെ ചോദിച്ചപ്പോ കിതാബിന്റെ പേര് പറഞ്ഞ അറിയായിരിക്കും എന്ന് പറഞ്ഞതാ. ഹദീസാണ്. അൽ മുഅ്ജമുസ് സഗീർ ഇമാം തബറാനി ഉദ്ധരിച്ചതാണ്. തന്റെ അൽ മുഅ്ജമു എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതാണ്. പിന്നെ ഒരുപാട് ഹദീസ് വേറെ ഉണ്ട്. ഹദീസുകൾ ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസ്, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രേഖപ്പെടുത്തി വെച്ച ഹദീസ്, ഖുദ്സിയായ ഹദീസ്, ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസ്. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്റെ ഒരു അല്ലാഹു പറയുന്നു, ഖുദ്സിയായ ഹദീസാണ്, എന്റെ ഒരു അടിമ എന്റെ ഒരു അടിമ സുന്നത്തായ ഇബാദത്തുകൾ എടുത്തുകൊണ്ട് എന്നിലേക്ക് അടുക്കും, ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടും, ഫൈദാ അഹ്ബബ്തുഹു, ഞാൻ ഇഷ്ടപ്പെട്ടാലോ കുൻതു സമഉഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കാത് ഞാനാകും, വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കേൾക്കുന്ന കണ്ണ് ഞാനാകും, വയദഹു അല്ലദീ യബ്തശു ബിഹാ, അവൻ കാണുന്ന പിടിക്കുന്ന കൈ ഞാനാകും, വരിജലഹു അല്ലദീ
യംശി ബിഹാ, അവൻ പിടിക്കുന്ന നടക്കുന്ന കാല് ഞാനാകും. ഇമാം ബുഖാരി സഹീഹിൽ ഖുദ്സിയായ ഹദീസായി രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിന്റെ 24-ാമത്തെ വാക്യത്തിൽ വിശദീകരിച്ചത് കാണാം. എന്താണ് പറയുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഹദീസിന്റെ വ്യാഖ്യാനം അവിടുന്ന് പറയുകയാണ്. ഇമാം റാസി പറയുന്നു, ആ അല്ലാഹുവിന്റെ നൂർ ഈ മനുഷ്യനിൽ വന്നു കഴിഞ്ഞാൽ അവൻ വിദൂരത്തുള്ളതും അടുത്തുള്ളതും കേൾക്കും. അതുപോലെ തന്നെ അവൻ വിദൂരത്തുള്ളതും അടുത്തുള്ളതും കാണും. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അവൻ വിദൂരത്തുള്ളതിലും അടുത്തുള്ളതിലും കൈകാര്യം ചെയ്യാനുള്ള ശക്തിയും സ്വാധീനവും അള്ളാഹു നൽകും. റസൂല് പഠിപ്പിക്കാം. അപ്പൊ അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമ അത് റസൂലാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. അപ്പൊ ഈ കഴിവ് റസൂലുള്ളാഹി തങ്ങൾക്ക് ഇല്ല എന്നും പറയാൻ പറ്റില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലിനുണ്ടാകും, മഹാത്മാക്കൾക്ക് ഉണ്ടാകുമെന്ന് അള്ളാഹു പഠിപ്പിച്ചതാണ്. കേൾക്കുന്ന കണ്ണ് നിന്റെ വാക്കിൽ പറഞ്ഞുപോയി, അത് പറഞ്ഞു. അത് ഓർമ്മ പിടിക്കേണ്ടാരും. കേൾക്കുന്ന കണ്ണല്ലല്ലോ, കേൾക്കുന്ന കാത്, കാണുന്ന കണ്ണ് എന്നാണ്. അതൊക്കെ എല്ലാവർക്കും തിരിയും.